അതാ പോണ അർജുന അശോകനാ പോണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അർജുന അശോകൻ്റെ അതേ ലുക്ക് കേട്ടോ. പക്കാ അർജുന അശോകൻ സൈഡിൽ നോക്കുമ്പോൾ. കണ്ടോ മുടിയൊക്കെ അതേപോലെ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അർജുന അശോകൻ എന്താ ഇപ്പോൾ ചാടിക്കുന്നത്. ഓട്ടോ ഡ്രൈവറാണ്, നല്ല ഗ്ലാമർ ആളാണ് കേട്ടോ. എന്ത് വണ്ടിയാ പോകും ഇരിക്കുമ്പോൾ തന്നെ ഒരു അർജുന അശോകൻ കിട്ടുന്നുണ്ട് കേട്ടാ. സൈഡ് നോക്കിയ പക്ക നോക്കിട്ടോ, സൂക്ഷിച്ച് നോക്കി. എന്തായാലും ഇങ്ങോട്ട് വന്നതായി, അത് കാണിച്ചു തരാൻ പറ്റില്ലോ. അപ്പം എന്തായാലും ഇവിടെ ഇങ്ങനെ പോസ്റ്റാണ്. നമുക്ക് ഏതായാലും ഇന്നലെ ഇവിടെ നിന്നപ്പോൾ ഒരു ട്രിപ്പൊക്കെ അടിച്ചുട്ടോ. അപ്പം അർജുന അശോകേട്ടൻ പോയി. അത് സൈഡിൽ നിന്നുണ്ടോ. അപ്പം അത് കണ്ടോണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ചത് തള്ളാണെന്ന്. നോക്കാം നമുക്ക്. എന്തായാലും ഞാനിവിടെ നിന്ന് ഒന്ന് മാറി നോക്കട്ടെ, ചിലപ്പം ട്രിപ്പ് അടിക്കും. ഇന്നെന്തെങ്ങനെയെന്നാവട്ടോ, ഇന്നലെ പിന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. ഇപ്പോൾ ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുന്നു കേട്ടോ അർജുന അശോകനെ കണ്ടിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, വളരെ ചെറിയൊരു ട്രിപ്പാണ്. എവിടെ നിന്നാണ്? ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. ഇവിടെ തന്നെയാണ്. തൊട്ടടുത്തുനിന്ന് തന്നെ കേട്ടോ. അപ്പോൾ ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ചെറിയ ട്രിപ്പെങ്കിൽ ചെറിയ ട്രിപ്പ്. അപ്പോൾ 20 ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർസിറ്റിക്ക് അടിക്കുമെന്ന് പറഞ്ഞു. ഇൻ്റർസിറ്റി അതൊന്നും അടിക്കാനാണല്ലേ, അതാ മച്ചാനെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ മച്ചന്മാരിപ്പോൾ ലാസ്റ്റ് വന്ന ട്രിപ്പ് 119 രൂപ ഏൺ ചെയ്തു കേട്ടോ. അതിൽ 159 രൂപയാണ് ടോട്ടൽ ഫെയർ വന്നത്. 159 രൂപ ടോട്ടൽ ഫെയർ, 119 രൂപ നമുക്ക് കിട്ടി. പക്ഷെ അത് ക്യാഷാണ് തന്നത് കേട്ടോ. ക്യാഷ് 200 രൂപ തന്നു, ബാലൻസ് മേടിച്ചില്ല. അതിൽ 40 രൂപ നമുക്ക് ടിപ്പ് കിട്ടി. അപ്പോൾ നല്ലൊരു മച്ചാനായിരുന്നു. ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് ഇനിയും കയറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത ട്രിപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ട്രിപ്പ് പോയോക്കാം, ചെറിയ ട്രിപ്പ് തന്നെയാണ്. അപ്പോൾ സിറ്റി നേഴ്സാണ് പറഞ്ഞോളാം, കൊച്ചി കല്ലൂരിന്ന്. മച്ചാൻ അങ്ങോട്ട് പോയിട്ടോ, ബാഗിൽ പോയി, നടന്നു പോയി കുറച്ച്. അപ്പോൾ 3.4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അടുത്ത പിക്കപ്പ്. ചെറിയ പൈസ ഉള്ളൂ, ഒന്ന് പോയി നോക്കാം. മച്ചന്മാരെ കസ്റ്റമറാ പോണു കേട്ടോ. ആള് കുറച്ച് ടെററായിരുന്നു, ചെറുതായിട്ട് റൂട്ടൊക്കെ. അത് 146 കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. കണ്ട ഒരു പോലീസ് ആർമി ലുക്കുണ്ട്. മാപ്പ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എത്തിയത്, ബട്ട് കറക്റ്റ് ടൈമിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിന് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാം. അവിടെ നിന്ന് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊക്കെ വണ്ടികളുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ, ഒന്ന് മയങ്ങട്ടെ. ഇവിടുന്ന് ട്രിപ്പ് ഇട്ടാണെങ്കിൽ നമുക്ക് പോവാം. ഏതായാലും ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്.
അത്യാവശ്യം ലോങ് ട്രിപ്പാണ് തോന്നുന്നത്. അപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ. വൈപ്പിലേക്കായിരുന്നു ആ ട്രിപ്പ്. പക്ഷേ വരെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. വൈപ്പിലേക്കാണ് കേട്ടോ ട്രിപ്പ്. അപ്പോൾ 298 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈപ്പിൻ ടോട്ടൽ 331 രൂപയാണ് കസ്റ്റമറിൽ നിന്ന് ഊബർ മേടിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടിയത് 298 രൂപ. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത ക്യാഷാണ്. ഇത് കുറച്ച് ലോങ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും എമൗണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. ചില നേരത്തെ 70 രൂപക്ക് പിടിക്കും, അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത്രയും ദൂരം റിട്ടേൺ പോകേണ്ടി വരും. ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും നോക്കാം, മെല്ലെ എങ്ങനെ പോയി നോക്കാം. നല്ല ഏരിയ ഉണ്ടോ ഇവിടെ? ഒഴിഞ്ഞ പാടാണോ അതോ? അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം, മെല്ലെ പോയി നോക്കട്ടെ. നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. സംസാരിക്കുകയൊക്കെ ചെയ്തു. വണ്ടിക്ക് ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീലുമെന്ന് ബുഷിൻ്റെ ആണ് തോന്നുന്നു. ഷോക്ക് അബ്സർ ബുഷിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് തോന്നുന്നു. ചെറിയ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് കാണിക്കണം. ടോളിൻ്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കാണിക്കാനാണ് ഉദ്ദേശം. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. സമയം 6:55 ആയിട്ടോ. അപ്പോൾ നമ്മൾ വൈപ്പിൽ ഫാമിലീനെ ഇറക്കി തിരിച്ചു വരുന്നു. അത് മൈജീൻ്റെ നേരെ മുമ്പിലെത്തി. വൈപ്പിൽ ആളെ ഫാമിലീനെ ഇറക്കിയിട്ട് നേരെ തിരിച്ചു വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. പെരുമ്പള്ളി ചർച്ച് റോഡ് എവിടുന്ന 3 കിലോമീറ്റർ അപ്പുറം കേട്ടോ. സഞ്ജയ് പവർ റെസിഡൻസിൻ്റെ അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ലോങ് ട്രിപ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ ട്രിപ്പ് എടുക്കാൻ പോവാം. മച്ചന്മാരെ ആദ്യത്തെ ലോങ് ട്രിപ്പ് അടിച്ചിട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ESIൻ്റെ ആശുപത്രി കേട്ടോ. ESI ആശുപത്രിയിലാണ്. ലോങ് ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പ് ഫെയർ 476. ടോളുണ്ടായിരുന്നു കേട്ടോ. 63 രൂപ കിട്ടി. ടോട്ടൽ 529. അങ്ങനെ ആദ്യത്തെ ലോങ് ട്രിപ്പ് അടിച്ചു. നമ്മളിത് ESI ആശുപത്രിയിലാണ് കേട്ടോ. നമ്മൾ പാതാളം ESI ഹോസ്പിറ്റലിൻ്റെ അടുത്താട്ടോ. ഇതാണ് ഹോസ്പിറ്റല്. അപ്പോൾ ചെറിയ തിരുത്തുണ്ട്. നമുക്കിതാ വെറും 352 രൂപ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. 539 രൂപ ക്യാഷ് കളക്ട് ചെയ്തതിൽ 352 രൂപ ടോൾ അടക്കം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത്രയും പൈസ ഊബർ പിടിച്ചിട്ടോ. അത്രയും ലോങ് വന്നിട്ട് നമുക്ക് അത്രേ ക്യാഷ് കിട്ടിയുള്ളൂ. അപ്പോൾ അതൊക്കെ വലിയൊരു ചതിയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ റൂമിലേക്ക് പോവാം. ഇന്നത്തെ ഓട്ടം മതിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാനുണ്ട്. വൈറ്റില ടോളിൻ്റെ അവിടെയാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് എത്തണം. ഇതായിട്ട് ഹോസ്പിറ്റല് പാതാളം ESI ഹോസ്പിറ്റൽ ഏലൂർ. നമ്മൾ ഈ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഓട്ടം അവസാനിപ്പിക്കാമെന്നാണ്. ഓഫ്ലൈൻ ആക്കണില്ല. പോകുമ്പോൾ ഏതെങ്കിലും ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കും കേട്ടോ. ചാർജും കഴിയാനാണ്. നമ്മുടെ വണ്ടിയിൽ ചാർജിങ്ങിൻ്റെ ഇത് ചെയ്തിട്ടില്ല, കേബിൾ പിടിച്ചില്ല. അപ്പം അതുകൊണ്ട് പവർ ബാങ്കിൻ്റെ ചാർജ് കഴിയും ചെയ്തല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ റിട്ടേൺ പോകാം. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇത്രയും ലോങ് ഓടിയിട്ട് നമുക്കാകെ 352 കിട്ടാം. അതുകൊണ്ട് 352 രൂപ കിട്ടിയിട്ടുള്ളൂ. 519 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 200 രൂപേൻ്റെ ഡിഫറൻസ് ഉണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഒബ്രോൺ മാളിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടോ. ഒബ്രോൺ മാളിൻ്റെ അടുത്ത് നമ്മൾ വയറ്റിലേക്ക് റിട്ടേൺ പോയിരുന്നു. അപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് എടപ്പള്ളിയിൽ നിന്ന് കേട്ടോ.
തിരിച്ചു പോകണം. ബ്രോമാൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ. ഇൻഫോ പാർക്കിലേക്ക് ഇന്നു ട്രിപ്പ്. ഇത് ട്രാൻസേഷ്യ. അപ്പുറത്ത് എയർ ഇന്ത്യ ഉണ്ട് കേട്ടോ. എയർ ഇന്ത്യൻ്റെ ഒന്നിന് ഇത് ട്രാൻസേഷ്യ. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പും കംപ്ലീറ്റ് ആയിരുന്നു ഇന്നത്തെ. ഇനി റൂമിലേക്ക് പോകണം. വണ്ടി വർക്ക്ഷോപ്പ് കാണിക്കാണ്ട്. ബാക്കിൽ അപ്പോൾ ഇതാട്ടോ ഇൻഫോ പാർക്ക്. ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇൻഫോ പാർക്കിലേക്ക് കണ്ടിച്ചു. ഇൻഫോ പാർക്ക് എയർ ഇന്ത്യൻ്റെ ഒരു കമ്പനിയാണ്. എയർ ഇന്ത്യ. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് 203 രൂപയായിട്ടാണ് കിട്ടിയിട്ടില്ല. ഇന്ന് 5 ട്രിപ്പ്. അതാ 203 രൂപയായിട്ടാണ് ലാസ്റ്റത്തെ ട്രിപ്പിൽ കിട്ടിയത്. കുഴപ്പമില്ലാത്തൊരു കിട്ടലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആപ്പ് ഓഫ്ലൈൻ ആക്കട്ടോ. ഓഫ്ലൈൻ ആക്കിയിട്ട് പോകാം, അല്ലെങ്കിൽ ട്രിപ്പ് ഇനി അടിക്കും. ഫോണിലാണ് ചാർജൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ ചാർജിങ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് ഓഫ്ലൈൻ ആക്കാം. അപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പുറത്ത് കിടക്കണം. നല്ല സ്ഥലങ്ങളാട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.